ഹലോ ഓൾ. നമ്മുടെ എംബഡഡ് സിസ്റ്റം സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് കോഴ്സിൻ്റെ സിലബസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ആ സിലബസിനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഷോർട്ടായിട്ടൊന്ന് ചെക്ക് ചെയ്യാം. സോ ആദ്യം തന്നെ നമ്മളിതിന് മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഈ കോഴ്സ് ഒരു ആബ്സല്യൂട്ട് ബിഗിനറിനും അതേപോലെ തന്നെ ഒരു ഇൻ്റർമീഡിയറ്റ് ലെവൽ എംബഡഡ് സിസ്റ്റത്തിനകത്ത് നോളേജുള്ള ആൾക്കാർക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ, നമ്മുടെ ആക്ച്വൽ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു ബിഗിനേഴ്സിന്, അല്ലെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് കുറേ പേരൊക്കെ ചിലപ്പോൾ കരിയർ ഗ്യാപ്പ് വന്നിട്ടുള്ള ആൾക്കാരായിരിക്കാം. സോ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ ഈ കോഴ്സിനകത്തോട്ടൊന്ന് കൊണ്ടുവരാനായിട്ട് നമ്മൾ ആദ്യം തന്നെ കുറച്ച് സെഷൻസ് അവർക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യും. അത് ഒരു ബ്രിഡ്ജ് സെഷൻ പോലെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. സോ ബേസിക്കലി ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതുവരെ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ബേസിക് ഇലക്ട്രോണിക്സ് കാര്യങ്ങളും അതേപോലെ തന്നെ ഈ എംബഡഡ് സിസ്റ്റത്തിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ചെറുതായിട്ട് നമ്മുടെ സർക്യൂട്ട് സിമുലേഷൻ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യാം. സോ നമ്മളൊരു സർക്യൂട്ട് സിമുലേഷന് വേണ്ടിയിട്ടൊരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും. അതിനകത്ത് വളരെ ബേസിക് ആയിട്ടുള്ള സർക്യൂട്ടുകൾ നമ്മൾ സിമുലേറ്റ് ചെയ്ത് തുടങ്ങും. അതിനുശേഷം നമ്മളൊരു കോഡ് എഴുതി കഴിഞ്ഞാൽ ആ കോഡ് നമ്മൾ റിയൽ എംബഡഡ് സോഫ്റ്റ്വെയർ ഒരു കോഡ് എഴുതി അതൊരു റിയൽ എംബഡഡ് ഹാർഡ്വെയറിനകത്ത് റണ്ണ് ചെയ്യുന്നതിന് മുന്നേ ആ സർക്യൂട്ടുകൾ നമ്മൾ ഈ സിമുലേഷൻ സോഫ്റ്റ്വെയറിനകത്ത് വരച്ച് ആ കോഡ് അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ആയിരിക്കും തുടക്കത്തിൽ ഒരിത്തിരി നമ്മൾ ചെയ്യുന്നത്. വളരെ കുറച്ച് ഡ്യൂറേഷനുള്ളൊരു കോഴ്സാണത്. നിങ്ങളെ ജസ്റ്റ് ഈ കോഴ്സിനകത്തോട്ട് കൊണ്ടുവരിക, ഈ ഒരു നമ്മുടെ ആക്ച്വൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിനകത്തോട്ട് കൊണ്ടുവരാനായിട്ട് അതിൻ്റെ കുറച്ച് ബേസിക്സ് കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് സ്ട്രക്ചർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. സോ അതിനകത്ത് നമ്മൾ കവർ ചെയ്യുക ഈ ബേസിക് സിമുലേഷനും അതേപോലെ തന്നെ വെരി ബേസിക് ഇലക്ട്രോണിക്സ് ഡീറ്റെയിൽസും ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. സോ വൺസ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രം ദ വെരി ബിഗിനിങ് ഓഫ് ദ കോഴ്സ്, നമ്മൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ദിവസം മുതൽ നമ്മൾ ചെയ്യുന്ന ഓരോ കോഡുകളും, നമ്മൾ എഴുതുന്ന ഓരോ കോഡും, നമ്മൾ ചെയ്യുന്ന ഓരോ വർക്കും നമ്മൾ പ്രോപ്പറായിട്ട് ഡോക്യുമെൻ്റ് ചെയ്യുന്നുണ്ടാവും. അതൊരു വേർഷൻ കൺട്രോൾ സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളിവിടെ ഗിറ്റിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. സോ യു വിൽ ഗെറ്റ് സം റെക്കോർഡഡ് വീഡിയോസ് ഓഫ് ഗിറ്റ്. നമ്മുടെ എക്സ്പേർട്സ് തന്നെ റെക്കോർഡ് ചെയ്തിട്ടുള്ള കുറച്ച് ഗിറ്റ് റിലേറ്റഡ് വീഡിയോസ് കിട്ടും. അതിനകത്ത് നിങ്ങൾക്ക് എങ്ങനെ ഒരു ഗിറ്റപ്പ് അക്കൗണ്ട് ഉണ്ടാക്കാം, നിങ്ങൾ ചെയ്യുന്ന വർക്കുകളൊക്കെ എങ്ങനെ അതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യാം, എങ്ങനെ ഒരു റെപ്പോ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ അതിനകത്തോട്ട് പുഷ് ചെയ്യാം, പുൾ ചെയ്യാം, അങ്ങനത്തെ കുറേ കാര്യങ്ങളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ അടുത്ത മൊമെൻറ്റിൽ നിങ്ങൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എഴുതുന്ന കോഡുകൾ മുതൽ, നിങ്ങൾ എഴുതുന്ന എംബഡഡ് സോഫ്റ്റ്വെയർസ് മുതൽ, നിങ്ങൾ ചെയ്യുന്ന പ്രൊജക്റ്റുകൾ എല്ലാം തന്നെ ഇതിനകത്ത് പ്രോപ്പർലി ട്രാക്ക്ഡ് ആയിരിക്കും. പ്രോപ്പറായിട്ട് നിങ്ങൾ അതിനകത്തോട്ട് പുഷ് ചെയ്തിട്ട് അവിടെ കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ ഈ കോഴ്സ് എടുത്ത് നോക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഗിറ്റപ്പ് അക്കൗണ്ട് എടുത്ത് നോക്കുന്ന സമയത്ത് ഇന്ന ദിവസം ഇന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളത് അവിടെ പ്രോപ്പർലി അവൈലബിൾ ആയിരിക്കും. സോ അത് നിങ്ങൾക്ക് ഈസിലി ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഓൾസോ ഇത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പ്രൊഫൈൽ എടുത്ത് കാണിച്ചു കൊടുക്കാം, ഞങ്ങൾ ഇന്ന വർക്കുകൾ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ഇന്ന കോഡുകൾ എഴുതിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റും. സോ അതിൻ്റെ കുറച്ച് കാര്യങ്ങളായിരിക്കും ആ വീഡിയോയ്ക്കകത്ത് ഉണ്ടാവുക. ഓൾസോ നമ്മൾ ഏതൊക്കെ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നു, അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം, അതിൻ്റെ ഇൻസ്റ്റാളേഷൻ ഗൈഡും കാര്യങ്ങളൊക്കെ കുറച്ച് റെക്കോർഡഡ് സെഷനിൽ നിങ്ങൾക്ക് കിട്ടും. അതിനുശേഷം നമ്മൾ ആക്ച്വൽ ക്ലാസ്സിലോട്ട് വരും. ആക്ച്വൽ ക്ലാസ്സിലോട്ട് വരുമ്പോൾ ഇതിനകത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ കോഴ്സ് ഫോക്കസ് ചെയ്യുന്നത് എംബഡഡ് സോഫ്റ്റ്വെയർ ആണ്. സോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. സോ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ചിട്ടായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അത് നമ്മൾ ബേസിക്സ് മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരു എംബഡഡ് സിസ്റ്റം സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് പഠിക്കും. നമ്മൾ ഫംഗ്ഷൻസ് പഠിക്കും, നമ്മൾ പോയിൻറ്റേഴ്സ് പഠിക്കും, സ്ട്രക്ചേഴ്സ് പഠിക്കും, ബിറ്റ് മാനിപ്പുലേഷൻ പഠിക്കും. പിന്നെ ഇതിൻ്റെ ഇടയിലുള്ള ചെറിയ ചെറിയ കോൺസെപ്റ്റ്സ് ആയിട്ടുള്ള നമ്മുടെ ലൂപ്പിംഗ്, സ്റ്റേറ്റ്മെൻറ്റ്സ്, അങ്ങനെ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. സോ ഇതിൽ മാസ്റ്റർ ചെയ്യുക, ഇതിനകത്ത് കുറച്ച് പ്രാക്ടീസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം. സോ അതൊക്കെ നമ്മൾ ആദ്യത്തെ മൊഡ്യൂളിൽ തന്നെ നമ്മൾ കവർ ചെയ്ത് വിടും. അങ്ങനെ നിങ്ങൾ സിയിനകത്ത് കുറേ കാര്യങ്ങൾ ചെയ്തു, നിങ്ങൾ കുറേ കോഡുകൾ എഴുതി, അതിനകത്ത് നമ്മൾ കുറേ പ്രൊജക്റ്റുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു വർക്ക്ഷോപ്പ് ഉണ്ടാവും. സോ ഈ വർക്ക്ഷോപ്പിനകത്ത് ഇതൊരു ഓഫ്ലൈൻ വർക്ക്ഷോപ്പ് ആയിരിക്കും. ഈ ഓഫ്ലൈൻ വർക്ക്ഷോപ്പിനകത്താണ് ബേസിക്കലി നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ബേസിക്കലി നിങ്ങളുടെ ഇതിനകത്ത് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇലക്ട്രോണിക് കമ്പോണൻസുകളൊക്കെ ഈ വർക്ക്ഷോപ്പിനകത്ത് നിങ്ങൾക്ക് തരും. അതിനകത്ത് കുറേ മൈക്രോ കൺട്രോളേഴ്സ് ഉണ്ടാവും, കുറേ ഡെവലപ്മെൻറ്റ് ബോർഡുകൾ ഉണ്ടാവും. അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഡെവലപ്മെൻറ്റ് ബോർഡുകളെല്ലാം ഈ വർക്ക്ഷോപ്പിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നിങ്ങളുടെ കയ്യിലോട്ട് കിട്ടും. ആ കിറ്റ്, നമുക്കൊരു ലാബിൻ്റെ ബോട്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു വലിയ കിറ്റ് ഉണ്ട്. ആ കിറ്റിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്, ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടും. ആൻഡ് ഇതിനകത്തൊക്കെ എങ്ങനെ വർക്ക് ചെയ്യണം, എങ്ങനെ നമുക്ക് ഈ ഡെവലപ്മെൻറ്റ് ബോർഡുകൾ ഹാൻഡിൽ ചെയ്യാം, എങ്ങനെ ഇതിനകത്തോട്ട് പ്രോഗ്രാംസ് അപ്ലോഡ് ചെയ്യാം, എങ്ങനെ ഈ സെൻസേഴ്സുകളെ നമുക്ക് കണക്ട് ചെയ്യാം, അതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഒരു ഫസ്റ്റ് വർക്ക്ഷോപ്പാണിത്. സോ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കഴിയുമ്പോഴായിരിക്കും ഈ വർക്ക്ഷോപ്പ് ഉണ്ടാവുക. ഈ വർക്ക്ഷോപ്പ് ഓഫ്ലൈനായിട്ട് നമ്മൾ എൻട്രിയുടെ ഓഫീസിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ വരാം. നമ്മളൊരു
ഡേ ഇവിടെ സ്പെൻഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ആ വർക്ക്ഷോപ്പിനകത്ത് പഠിക്കും.